ഹലോ, ധന്യേഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഹോട്ടൽ രുചിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതും ഉടച്ചൊഴിച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി മസാലക്കറിയാണ്. ഒത്തിരി മസാലകളൊന്നും തന്നെ വേണ്ട കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഇതുപോലെ വലുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഒരു 3 തക്കാളി, ഒരു പിടി മല്ലിയില, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു 3 എണ്ണം, 5 അല്ലി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിതിന് അരിഞ്ഞൊന്നും സമയം കളയണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇത് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ അരച്ചെടുക്കണം. തക്കാളി ശരിക്കും നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതാ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്, അത് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പട്ട, ചെറിയ കഷ്ണം പട്ട 2 ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വഴനയില, ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മസാല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തീ വളരെ കുറച്ച് വയ്ക്കണം. നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ കയ്യിൽ നമ്മൾക്കതിൻ്റെ ആവി തട്ടിക്കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴന്ന് വരുന്നവരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. മല്ലിപ്പൊടി ഞാനിവിടെ 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ്, നല്ല എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂൺ മതിയാവും. ഇതിലേക്ക് ഉപ്പ് 3/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി വളരെ കുറച്ച് മാത്രം ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. പാക്കറ്റാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 1/4 സ്പൂൺ മാത്രം മതിയാവും. കൂടുതലൊന്നും നമ്മളിതിൽ മസാല ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത്രയും മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ശരിക്കും ചിക്കനും മട്ടനൊക്കെ മാറി നിൽക്കും. അങ്ങനെ ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ വെക്കുന്ന അതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. പിന്നെ അത് എണ്ണയും കൂടെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. നമ്മളിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടാൽ വേറെ തന്നെ അറിയാൻ പറ്റും. സൈഡിലൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു മസാല തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇത്രയേ വേണ്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതിലുള്ളത് തക്കാളിയുടെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇതും കൂടെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയ ഈ ഒരു സമയത്ത് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ബൗളിൽ തന്നെയാണ്. ഈ വെള്ളം മിക്സി ഒന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ.
അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് കറി ആവശ്യമാണ്, ഒത്തിരി കറി ആവശ്യമില്ല. എന്നാലും നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കറി എടുക്കുമ്പോൾ കുറച്ച് കറി ആവശ്യമാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് 2 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമാണ്. അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ബിരിയാണിയിലൊക്കെ എല്ലാവരും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കസൂരി മേത്തി ഉലുവച്ചീരയാണ് കേട്ടോ, ഉലുവയിലയുടെ ഉണങ്ങിയതാണ്. അതിൻ്റെ പാക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ, ബിരിയാണിയിലാണെങ്കിലും ഏത് മസാലക്കറിയിലാണെങ്കിലും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് എണ്ണയൊക്കെ നല്ലോണം ഒന്നിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 4 മുട്ട ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം, വളരെ സ്ലോലി ഒഴിച്ചു കൊടുക്കണം. ഇത് പൊട്ടാതെ ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ മുട്ട പുഴുങ്ങി കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. 4 ഭാഗത്തായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ മുന്നേ നമുക്കിതിൽ ഈ മസാലയിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഒന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ. തീ വളരെ കുറച്ച് ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതിനെ അടച്ച് വയ്ക്കണം. വെറും 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഉണ്ടോ? ഇപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ പിന്നെ ഇത് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി, മസാലയൊക്കെ പിടിച്ചിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളെ മസാലക്കറി ഇരിക്കുന്നത്. ഇത് സെർവ് ചെയ്യുന്നതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതും പിന്നെ അതിന് ഒപ്പം തന്നെ കുറച്ച് മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.